നമ്മുടെ ഹെറിറ്റേജ് ബേസ് ഇന്ന് എവിടെ എത്തിനിൽക്കുന്നത് അറിയാമോ? അതെ, പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ ജില്ലയിലെ ദേശമംഗലം എന്ന ഗ്രാമത്തിലാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ അതിമനോഹരമായിട്ടുള്ള ഗ്രാമം. ഇവിടെ ഒട്ടേറെ പരമ്പരാഗതമായിട്ട് തൊഴിൽ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ബെൽ മെറ്റൽ എന്ന ലോഹക്കൂട്ടുകൊണ്ട് കലാസൃഷ്ടികൾ നടത്തുന്ന ശിവനാരായണൻ മൂശാരി, കളവറക്കോട് ശിവനാരായണ മൂശാരിയുടെ വീട്ടിലാണ് ഇന്നത്തെ ഹെറിറ്റേജ് ബൈസ്. ഒട്ടേറെ വിശേഷങ്ങൾ അറിയാനുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് അല്ലെ, നൂറ്റാണ്ടുകളായിട്ട് ബെൽ മെറ്റൽ, നമ്മളെല്ലാവരും ബെൽ മെറ്റൽ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ബെൽ മെറ്റൽ കൊണ്ടാണ് നമ്മുടെ ഈ മണികളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാ ചേട്ടാ അത് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നിർമ്മിക്കുന്നത്? ആദ്യമായിട്ട് എന്താ ബെൽമെറ്റൽ എന്ന് പറയട്ടെ. അതെ, ബെൽമെറ്റൽ ബെല്ലുണ്ട്, ബെല്ല് നിർമ്മിക്കാനുള്ളത് മെറ്റലാണോ? അതെ അതെ, അതാണ് ശരി. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബെൽമെറ്റൽ എന്ന് പറയുമ്പോൾ ഈ ബെല്ലിനൊരു സൗണ്ട് ഉണ്ട്, അതാണ് ഈ ബെല്ല്. എവിടുന്നും കേൾക്കണമല്ലോ, എവിടുന്നും കേൾക്കും. അതിന്റെ വൈബ്രേഷൻ അങ്ങനെ നീണ്ടു, അതൊരു ശ്രുതിയാണ്. അപ്പൊ അതിൽ ചേർക്കുന്ന ലോഹം എന്ന് പറയുന്നത് വൈറ്റ് ലെഡും കോപ്പറാണ്. വൈറ്റ് ലെഡും കോപ്പറാണ്. വൈറ്റ് ലെഡ് എന്ന് പറയുമ്പോൾ വെളുത്തീ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പ്രത്യേക റേഷ്യോ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വൈറ്റ് ലെഡും ചെമ്പും കൂടുന്ന ഒരു പ്രത്യേക റേഷ്യോയിലാണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. അപ്പൊ ആ ഉരുക്കിയെടുത്ത് നമ്മൾ ഈ ബെല്ലിൽ ഒഴിക്കുമ്പോൾ ആ ബെല്ല് മണ്ണൊക്കെ കളഞ്ഞ് അതിന്റെ എല്ലാ ഫിനിഷിങ് കഴിയുമ്പോൾ അതിന്റെ നാദം കറക്റ്റ് ആയിരിക്കും. അതാണ് ഈ ബെൽ മെറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. പണികൾ മാത്രമാണോ? വേറെ കിണ്ടി, ഉരുളി, പിന്നെ ഇലത്താളം. നമ്മള് പഞ്ചവാദ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഇലത്താള അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും ഇതിന്റെ നാദത്തിന്റെ ഉള്ളിൽ ആ പറഞ്ഞിട്ട് അടിക്കുമ്പോ അത് പൊട്ടിപ്പോവില്ല. അതൊരു പ്രത്യേക ലെവലിലാണ് അതിന്റെ ഒരു നിർമ്മാണം എന്ന് പറയാ. അപ്പൊ ഈ വെളുത്തീയവും ചെമ്പും ചേർത്തുള്ള മിക്സ് ആണ് ബെൽ മെറ്റൽ. അത് തന്നെയാണ് നമ്മൾ ഈ കിണ്ടിക്കും അല്ലെങ്കിൽ നിലവിളക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് വരുമ്പോ അതിന് ബ്രോൺസ് എന്ന് പറയും. ബ്രോൺസ്, വെങ്കലം കൂടെ വെങ്കലമാണ്. മലയാളം പറയുമ്പോ വെങ്കലം, ഇംഗ്ലീഷ് പറയുമ്പോ ബ്രോൺസ് പറയും. ചെമ്പ് മാറ്റി വെങ്കലമാക്കും അതല്ലേ? അല്ല, ഈ സാധനം തന്നെ, ഈ ഒരാൾ തന്നെയാണ്. അപ്പൊ ഈ ബെൽമെറ്റൽ എന്ന് പറയുന്ന മൊത്തത്തിൽ അതിന് പിന്നീട് പറയുന്ന ഒരു പേരാണ് വെങ്കലം, ബ്രോൺസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കളവർക്കോടിലേക്ക് നിങ്ങള് ഇതിന്റെ ഒരു പണി ആരംഭിക്കുന്നത്? അതിന്റെ ഓർമ്മ അങ്ങനെ? അത് പറയാം. എന്റെ അച്ഛന്റെ പേര് കൂടി ഇവിടെ പറയണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. എന്റെ അച്ഛന്റെ പേര് രാമകൃഷ്ണൻ, അമ്മയുടെ പേര് ലക്ഷ്മി. അമ്മയുടെ നാടാണിത് കളവർക്കോടല്ല, ദേശമംഗലത്തെ മനയുടെ അടുത്താണ് അമ്മയുടെ വീട്. അങ്ങനെ അച്ഛൻ അമ്മേനെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ഈ നാട്ടിലെ മനയുടെ ആവശ്യമായിട്ട് അച്ഛന് സ്ഥലം കൊടുത്തിരിക്കുകയാണ് ദേശമംഗലത്ത്. ദേശമംഗലം മന പറഞ്ഞ AKTKM കാഞ്ഞൂര് മന. അവിടുന്ന് പിന്നെ നമ്മളൊക്കെ അങ്ങനെ മാറി മാറി പോവില്ലോ. അച്ഛൻ മരണപ്പെട്ടു, അമ്മ മരണപ്പെട്ടു. നമ്മളവിടെ ഈ പണി ചെയ്ത അച്ഛൻ എനിക്ക് മറ്റുള്ളവർക്ക് ആർക്കും ആവശ്യമില്ല. അപ്പോ ഞാനന്ന് LICയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ അച്ഛൻ പറഞ്ഞു, നീ ഇനി ഒന്നിനും പോണ്ട, നീ ഈ പണിയേതായിട്ട് എഴുതി ചേരുകയാണെങ്കിൽ നിന്നെ നാടറിയും. അപ്പം ശരിക്കും പറഞ്ഞ അച്ഛനെ മനയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നാണ്, അവരുടെ പണികളുടെ ഭാഗമായിട്ട്. അവർക്ക് അന്ന് പട്ടുമളയും കൊടുക്കാന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ഇന്ന് നമ്മള് ട്രോഫി കൊടുക്കും പോലെയാണ് പട്ടുമളയും കൊടുക്കുന്നത്. ആ വള ഞാൻ ഇന്നും ഇവിടെ ചെയ്യുന്നുണ്ട്. അച്ഛന്റെ കാലം തൊട്ട് ഇത് ചെയ്യുന്നതല്ലേ? അച്ഛന്റെ പേര് ചാത്തു എന്നാണ്. അമ്മയുടെ പേര് എനിക്ക് അത്ര അറിഞ്ഞൂടാ. അപ്പം പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ ചെയ്തു വരുന്നു. ഇത് പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ഈ കളവറക്കോട് നിലയുടെ തീരത്താണ്, ഏകദേശം ഭാരതപ്പുഴയുടെ അടുത്താണ്. ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ് അല്ലെ? ഈ മൈലി നാട്ടുകൂട്ടം അല്ലെ, അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ഇവിടുത്തെ കലകളെയും ഈ പറയുന്ന വിഭാഗങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഈ നിലയുടെ തീരത്ത് ഇതെല്ലാം നമുക്ക് കാണാം അല്ലെ, ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം. ഇപ്പം മൈലി നാട്ടുകൂട്ടത്തിന്റെ ഭാഗമായിട്ടാണോ ആദ്യത്തെ ഇവിടെ ചേട്ടന് ആദ്യമായിട്ടൊരു ഇത് കിട്ടുന്നത്? അതൊരു ബേസിക്. അതെ, അവരാണ് നമ്മളെ ശരിക്കും തുണച്ചത്. ഞാന് നേരത്തെ പറഞ്ഞല്ലോ, അച്ഛന്റെ കൂടെ നിന്നുള്ള പണി ഇതൊക്കെ എനിക്ക് തന്നു. പണി ഇവിടെ ആരംഭിച്ചു. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല പണി സ്ഥലം.
അപ്പോ അരി മേടിക്കാൻ വഴിയില്ല, അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം. പണി അറിയാം, അരി മേടിക്കാൻ വഴിയില്ല. അങ്ങനെ വന്നപ്പോ ചില ചെറിയ തൊഴിലുകൾക്കൊക്കെ പുറത്തേക്ക് പോകേണ്ടി വന്നു, ഇലക്ട്രീഷ്യൻ വർക്ക് അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നമ്മളെ നിലനിർത്തിയില്ല. അച്ഛൻ്റെ ഒരു വാക്ക് നമ്മുടെ മേലെ കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു ദിവസം എന്തായാലും പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് വയലിന്ന് ഒരു ഓർഡർ വരികയാണ്. ഇങ്ങനെ ചെലമ്പ്, അവർക്ക് വയലിയുടെ കരിങ്കാളി കെട്ടാനായിട്ടൊരു ചെലമ്പ് വേണം. ചെലമ്പ്. അപ്പൊ ഈ കരിങ്കാളി കെട്ടുന്ന ചെലമ്പിന് മലവാഴി ചെലമ്പാന്ന് പറയും. അത് എല്ലാ ചെലമ്പിലും വലിപ്പം കൂടിയ ചെലമ്പാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ദേവി ആ കാലിലടുമ്പോ കലകല കലകല എന്നുള്ള സൗണ്ടാണ്. മറ്റേ കിരികിരി കിരികിരി അങ്ങനെ ഒരുപാട് ചെലമ്പുകളുണ്ട്. അപ്പൊ ആദ്യത്തെ ഇവിടെ വന്നപ്പോഴുള്ള ഒരു ഓർഡറാണ്. അപ്പൊ അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ശരിക്കും പറഞ്ഞില്ല. എന്നാലും ജീവിതമല്ല മുമ്പില്, ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. കാരണം 3-4 വയറ് അരി മേടിക്കന്നെ, അതാണ് ഏറ്റവും. അങ്ങനെ ആ ചെലമ്പ് ചെയ്തു എന്നുള്ളതാണ് തുടക്കം. ഈ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇപ്പം നമ്മളിപ്പം ഇതിന് ഏത് രീതിയാണ് അവലംബിക്കുന്നത്? നമ്മൾ ഈ ഇതിന്റെ നിർമ്മാണത്തില് ഇതെങ്ങനെ ഡൈക്കകത്ത് ഒഴിച്ച് പൊതുവെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ പുതിയ മാർക്കറ്റിലെ സ്പീഡ് കൂടിയ ജീവിതമാണല്ലോ. അപ്പം ഒരു നിമിഷം കൊണ്ട് ഒരു 10 അല്ലെ നമ്മളിപ്പോ മെക്കാനിക്കാണ് അല്ലെ ഇവിടെ. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാം കൈത്തൊഴിലായതുകൊണ്ട് ഇതിന്റെ നിർമ്മാണ രീതി ഏതാ ചേട്ടൻ ഇവിടെ അവലംബിച്ചത്? ഇവിടെ നമ്മള് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ പിതൃക്കള് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള അച്ഛന്റെ അച്ഛന് കാണിച്ചു കൊടുത്ത അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന ആ ഒരു തൊഴില് പരമ്പരാഗതമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ഒന്നും സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇപ്പൊ ഒരു മണിയാണോ വന്നിട്ടുള്ള വെച്ചാൽ ആ ഒരു മണിക്ക് ഒരൊറ്റ കരു എന്നാണ് അതിന് പറയുക. അതിന്റെ ഉള്ളില് മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ രൂപത്തിന് പറയാ കരു എന്നാണ് പറയുക. അപ്പൊ നമ്മള് കൈ കൊണ്ട് ചെയ്യുന്ന പണികളാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്താലാണ് ശരിയാവുള്ളൂ. ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വിഗ്രഹം ചെയ്യാണ്, അടുത്ത ക്ഷേത്രത്തിലേക്ക് വേറൊരു വിഗ്രഹം അത് അളവിലും രൂപത്തിലും മാറും. അവിടെ ഇരിക്കുന്ന ദേവി ആവില്ല ഇവിടെ ഇരിക്കുന്ന ദേവിക്ക് ഒരുപാട് കാറ്റ്. എന്തുണ്ടാക്കിയാൽ അതൊരു വ്യത്യസ്തത ഉണ്ടാവണം. കാണുമ്പോഴേ മനസ്സിലാവും ദൂരെ. ഇപ്പൊ 2 തരത്തിൽ ഒരുപോലുള്ള ഒരു കിണ്ടി ഉണ്ടാക്കിയാലും നമുക്കറിയാം അതെവിടെയാ മാറ്റം, അവിടെ ചെറിയ മാറ്റം ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന എന്തായിരിക്കും? ആദ്യം നമ്മൾ ഈ പറയുന്ന ബ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ചെമ്പും വെളുത്തിയും തിരഞ്ഞെടുക്കുക. അതൊക്കെ എവിടുന്നാ വാങ്ങിക്കുന്നത്? അതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഉടഞ്ഞിട്ടൊക്കെ ആളുകൾ കടകളിൽ കൊണ്ടുനടക്കില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആ ഓട് ഉരുക്കി അതിനെ തെളിയിച്ചെടുത്തിട്ടാണ് അടുത്ത വർക്കിൽ. അപ്പൊ അതിൽ ഈയം പോരെങ്കിൽ നമ്മൾ ഈയം ചേർത്ത് അപ്പൊ ഈ പറയുന്ന ലോഹങ്ങള് നമ്മൾ ഈ പറയുന്ന ചെമ്പ് വെളുത്തിയും ചേർന്നതോ ചേരാത്തതോ ആയതിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇതിന് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് ഉരുക്കും. വെളുത്തിയും ഇതും കൂടെ ചേർത്ത് അതായത് പോരെങ്കിലേ വെളുത്തിയും ചേർക്കുള്ളൂ. അതായത് പഴയ ഓട് പൊട്ടിച്ച് നമ്മളിതിൽ മൂശ എന്ന് പറയും. ഉരുക്കുന്ന സാധനത്തിന് മൂശ എന്നാ പറയും. ആദ്യം നമ്മൾ കരു ഉണ്ടാക്കണം. ഇതിപ്പോ ഒരു കിണ്ടിയുടെ കരുവാണ്. ഇതെന്താണ് ഈ കരു എന്തുകൊണ്ട് ചെയ്യുന്നത്? ഇത് ഭാരതപ്പുഴയിലെ കളിമണ്ണും ചാണകവും ചേർത്തിട്ട് കുഴച്ചുണ്ടാക്കുന്നതാണ് ഈ കരു. ഇതാണ് നമ്മുടെ ആ ഉണ്ടാക്കുന്ന ആ ലോഹത്തിന്റെ അകത്തെ ഭാഗം. ലോഹത്തിന്റെ അല്ല, ആ രൂപത്തിന്റെ ലോഹം കൊണ്ട് ഉണ്ടാക്കുന്ന രൂപത്തിന്റെ. ഇതിന്റെ രൂപം ഇങ്ങനെ ആദ്യം മണ്ണിലെടുത്ത് വലിയൊരു വയറെടുക്കും, ഇങ്ങനെ ഇത് വക്ക്. ഇനി ഇതിന്റെ മുകളിൽ നമ്മള് മെഴുകൊണ്ട് ഇതിന്റെ രൂപം ചെയ്യും. അത് ഇതിന് പറയുന്നത് കടച്ചിക്കൂട്ട് എന്നാണ്. കടഞ്ഞെടുക്കണം സാധനമാവുക കാരണം കടച്ചിക്കൂട്ട്. ഇതിന് നാരായ എന്ന് പറയും. നാരായ എന്നാ പറയാം. കാരണം ഇതിങ്ങനെ 2 കുത്തുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിയുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തിരിക്കുമ്പോ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പൊ അത് വേണ്ടോ ഈ ഒരു ഉപകരണം വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ എടുക്കാം. അപ്പൊ അത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ആ ഭാവന നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ മനസ്സിന്ന് നമ്മുടെ വിരലിൽ കൂടെ നമ്മുടെ കണ്ണിൽ കൂടെ ഒന്ന് രൂപം നമുക്ക് തരുന്നു. അതിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രധാനം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്നാണ്. അതിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ നമ്മുടെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ രൂപമൊക്കെ വരുന്നത്. അപ്പൊ ഈ കരു നിർമ്മിച്ചു, ഇതിന്റെ മുകളിൽ മെഴുക് നമ്മൾ തേക്കുന്നു. ഈ മെഴുക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ എന്ത് മെഴുകാണ് ഉപയോഗിക്കുന്നത്? ഞങ്ങള് ഉപയോഗിക്കുന്ന മെഴു തേൻമെഴു, ചെഞ്ചില്യം, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. തേൻമെഴു, ചെഞ്ചില്യം, കൊട്ടെണ്ണ. തേൻമെഴു, ചെഞ്ചില്യം, കൊട്ടെണ്ണ.
കൊട്ട എണ്ണ. കൊട്ട എണ്ണ. കൊട്ട എന്ന് പറയുന്ന ആ ഇതെന്ന് എടുക്കുന്ന ഒരു എണ്ണയാണ് എണ്ണയാണ്. കൊട്ട. ഈ ചെഞ്ചില്ലി എന്താണ്? ചെഞ്ചില്ലി എന്ന് പറയുന്നത് നമ്മൾ ഈ കാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്, മരത്തിന്റെ ഒരു പശയാണ്. പശയാണ്. അതിപ്പോ നമുക്ക് ആവശ്യത്തിന് കൊണ്ടുവരിക, ഉരുക്കുക. ഇത് തേനിന്റെ മറ്റേ തേനീച്ചയുടെ. ഇത് മൂന്നും കൂടെ ചേർന്ന മിശ്രിതമാണ്. ഓക്കെ. അപ്പൊ ഈ കരു, ഈ പറയുന്ന ഇപ്പൊ ഇത് കിണ്ടിയുടെ കരുവാണ്. ഈ കരുവിന്റെ മുകളിൽ മെഴുകിനെ എടുത്ത്, ഇപ്പൊ ആ കാണുന്നത് വിളക്കാണ് അല്ലെ, നിലവിളക്കിന്റെ ചെറിയ രൂപം. അതിന്റെ മുകളിൽ ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത് അല്ലെ. ഓക്കെ, ഇതെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നിലവിളക്ക്. ഇതിപ്പോ പെട്ടെന്ന് ഇപ്പൊ കാണാൻ വേണ്ടിട്ട് നമ്മളൊരു ചെറിയ രൂപം മുഴുവനായിട്ടില്ല. അതിനിപ്പോ അതിന്റെ മുകളിൽ ഉപകരണം വെച്ചിട്ട് ഇങ്ങനെ തിരിയുമ്പോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീളമായിട്ട് വന്നിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇനി അടുത്ത പ്രോസസ് ഉണ്ടാക്കി നമുക്ക് വേണ്ട രീതി മെഴുകുണ്ടാക്കി. അതിനുശേഷം അതിന്റെ മുകളിൽ ഇനി മണ്ണ് തേക്കുന്നതാണോ? ഇത് തരിമണ്ണ് പറയും. തരിയില്ല മണ്ണ് എന്നാ പറയും. തരിയില്ല മണ്ണ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നിങ്ങള് പറഞ്ഞ് തരിമണ്ണാക്കി തൃശ്ശിവ പേര് എന്നൊക്കെ പറയില്ലേ? അതും ഇവിടുന്ന് നിളയെന്ന് കിട്ടുന്നതാണോ? ഇത് നമ്മുടെ ഈ കരുവില്ലേ, ഈ കരു നമ്മള് വാർക്കാൻ ഉപയോഗിക്കുമ്പോ ഇത് ചൂടാവും. അപ്പൊ ഇതിന്റെ കളർ കറുത്തുകൊണ്ടാവും. അതെടുത്തിട്ട് ചാണകവും വീണ്ടും ചാണകവും കളിമണ്ണും ചേർത്തിട്ടുള്ള മണ്ണാണ്. അതിന്റെ കളർ കറുത്തതായി. അപ്പം ഇത് ആദ്യത്തെ ഇതിന് ശേഷം ഇതിനകത്ത് കരിഞ്ഞു പോകും. ആ കരിഞ്ഞ കരിമണ്ണ് എടുത്ത് അതിന്റെ കൂടെ ചാണകവും ചേർത്ത് കൂടെ കളിമണ്ണും ചേർത്ത് ചെയ്യുന്നതാണ് ആ തരിമണ്ണ്. എന്തൊക്കെ പരിപാടികളാണല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളില് നമ്മൾ വേറെ റഫായ മണ്ണ് തേക്കും, ഇതിന്റെ ബലം കിട്ടാൻ വേണ്ടിട്ട്. ഈ മണ്ണ് തേച്ച് അതിന്റെ മുകളിൽ റഫ് മണ്ണ് തേക്കും. ആ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളെ മാറോട് എന്ന് പറഞ്ഞ ഈ ഓടുണ്ടല്ലോ, പെരമേനോട്, അത് പൊടിച്ച് ചെറിയ പൊടിയാക്കി ചെറിയ പൊടിയാക്കിയിട്ട് അതില് ചാക്കും അങ്ങനെ തന്നെ നിളയിൽ നിന്ന് കിട്ടുന്ന കളിമണ്ണും ചേർത്ത് കുഴച്ച് അരയ്ക്കണം. ഈ കല്ലിൽ ആ കല്ല് വെച്ചിട്ട് അരച്ച് അതിനെ സോഫ്റ്റ് ആക്കി എടുത്ത് ഇതിനെ മുകളിൽ തേക്കും. അത് തേച്ച് ഇതിനൊരു വഴിയും കൂടി വെക്കും. അതിന്റെ ഇവിടെ ഇങ്ങനെ മെഴുകൊണ്ട് ഒരു വഴി വെക്കും. ഈ മണ്ണുകൾ തേക്കുന്നതിന് മുമ്പ് വഴി വെക്കും. എന്നിട്ട് ഇതിനെ ഉണക്കാൻ വെക്കും. ആ ഉണങ്ങി കഴിഞ്ഞാൽ അതിന്റെ രൂപം ഇങ്ങനെ തിരിച്ചിട്ട് ആ ഭാഗത്ത് കൂടെ ഇതിനെ ഒഴിക്കാനുള്ള വഴി ഉണ്ടാക്കുക. അപ്പൊ അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇതിന്റെ ഈ ഉള്ളുഭാഗം ചുരണ്ടും. ഇതൊന്ന് കനം കുറയ്ക്കണം. ഈ വായയിൽ കൂടെ ചുരണ്ടിട്ട് ഈ മുകളിൽ വെച്ച മണ്ണ് വീണ്ടും ഇതിന്റെ ഉള്ളിൽ വെച്ച് തേക്കും. ഇതിന് ബലമില്ല, ഇതിന് ബലം ഇല്ലാത്ത സാധനമാണ്. അപ്പൊ ഇതിന് ബലം കൊടുക്കാൻ ഈ പുറത്ത് തേച്ച മണ്ണ് ഉള്ളിലേക്കും തേക്കണം. അതിന് കഴിഞ്ഞിട്ട് ഇതിനെ ഈ ഭാഗത്താണല്ലോ അതിനൊരു കാല് വെച്ച് പറഞ്ഞില്ലേ പുറത്തേക്ക്, അതിനെങ്ങനെ വെച്ചതിന് ശേഷം നമ്മള് ഒലയിൽ വെച്ചത് ചൂടാക്കുമ്പോൾ ഈ പുറങ്ങനെ ചൂട് ഇവിടെ വരുമ്പോഴേക്ക് ഈ മെഴു മൊത്തം അരിഞ്ഞ് പുറത്തു വരും. അപ്പൊ അതിന്റെ ഉള്ളിലിരിക്കുന്നത് ഈ പുറത്തെ ഈ ആളും പുറത്തൊരു മണ്ണും പിന്നെ ഇതിന്റെ രൂപം അതിനകത്തോട്ടാണ് ഈ തയ്യാറാക്കിയ ലോഹത്തിന്റെ ആ മൂശയില് നമ്മൾ ഇത് ഉരുക്കി ഏകദേശം 1300 ചില്ലറ സെന്റിഗ്രേഡ് വരുമ്പോഴാണ് ഇതിനെ മെൽറ്റായിട്ട് പച്ചവെള്ളം പോലെ ആവും. അങ്ങനെ പച്ചവെള്ളം പോലെ ഇങ്ങനെ ഒഴിക്കും. അപ്പൊ അത് ഒഴിച്ച് നമ്മള് ഒരേക്കെ കിടത്തി വെച്ച് പിന്നെ ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് ഇത് തണുത്തുറഞ്ഞ് നമ്മൾക്ക് കൈ തൊടാറാവും. അപ്പൊ നമ്മൾ ഈ പിന്നെ മണ്ണിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ പോണ വഴിയിലെ പറയാ അസ്ത്രക്കാല് എന്നാണ്. അസ്ത്രം എന്ന് പറഞ്ഞങ്ങനെ ഇതാണോ തന്നെയാണ് ഈ ഇതല്ലേ. ഇതൊരു നമ്മള് പണി പൂർത്തിയായ ഒരു അസ്ത്രക്കാലാണ്. ഇതാണ് ആ സാധനം. വഴി ഇതിന് താഴോട്ടായിരുന്നു, അല്ല ഇതിന് ഇപ്പുറത്തോട്ടായിരുന്നു, ഇങ്ങനെ അപ്പുറത്തും പുറത്തായിരുന്നു ഇതിന്റെ രൂപം. ഇതാണ് അസ്ത്രക്കാല്. അപ്പൊ അത് വേണ്ടാത്തൊക്കെ പിന്നെ മുറിച്ചു കളഞ്ഞ് പിന്നെ നമ്മൾ അതിനെ രാവി വൃത്തിയാക്കി ഈ തറയിൽ വെച്ചിട്ട് ഇത് പോളിഷ് ചെയ്യണം. അത് കുറച്ചുകൂടെ അതിന്റെ ആകൃതി ഷേപ്പ് ആകൃതി സോഫ്റ്റ് ആക്കി ഇത് വന്ന് മിനുസപ്പെടുത്തുക, പോളിഷിങ്. അത് മിനുസപ്പെടുത്തി വൃത്തിയാക്കി വന്നാൽ പിന്നെ പോളിഷ്. ഇതാണ് ഇതിന്റെ ഒരു നിർമ്മിതിയുടെ ഒരു വശം. അവിടെ ഇരിക്കുന്നത് അതെന്താ? അത് ചെലമ്പാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ ചെലമ്പ്, മലവാഴി ചെലമ്പ് എന്ന് പറയും. എന്താ മലവാഴി ചെലമ്പ്? മലവാഴി ചെലമ്പ്. നേരത്തെ ഞാൻ വയലിക്ക് വേണ്ടിട്ട് ചെയ്ത് കൊടുത്തു പറഞ്ഞില്ലേ, അതിന്റെ മണ്ണിന്റെ രൂപമാണ് ഇത്. കളിമണ്ണും ചാണകവും മാത്രം ഉള്ള ഒരു ഇതിപ്പോ കരുവാണ്. ഇത് ഉള്ളിലത്തെ ചെലമ്പിന്റെ ഉള്ളിൽ വശമാണ്. ഇതിപ്പോ 2 ചേർത്ത് എങ്ങനെയാവും. ഇത് കാലിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെയാണ് അതിന്റെ രൂപം വരും.
ഇങ്ങനെയാണ് വരിക. ആദ്യം അപ്പൊ ഇടുന്നത് ഇവിടെയാ. അപ്പൊ ഇത് മെഴുകൊണ്ട് ഇതിന്റെ എല്ലാ രൂപങ്ങളും ചെയ്യണം. ഓക്കെ. ഇതിന്റെ നിർമ്മാണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതുകൊണ്ട് ആ വെള്ളത്തിൽ തകിടടിക്കും, മരത്തിൽ വെച്ച് ഒരേ കനാക്കും. കനാക്കി ഇതിന്റെ മുകളിൽ പതിക്കുക ചെയ്യും. എന്നിട്ട് നമ്മൾ വിഗ്രഹത്തിന്റെ രൂപം എടുക്കും പോലെ വരച്ച് രൂപം എടുക്കണം. രൂപം എടുത്ത് എല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് അതിനെ കൂട്ടിവെട്ടിക്കും. അപ്പോഴാണ് ഇതിന്റെ രൂപം. പിന്നെ പണികളൊക്കെ ഒരേപോലെ തന്നെ, പക്ഷെ വ്യത്യസ്തമായ രൂപങ്ങളായി മാറുന്നു. ഈ നാരായണൻ ചേട്ടന്റെ തുടക്കം തൊട്ട് നമ്മോട് പറയുന്ന ജീവിതം നമ്മളെ കൂടുതൽ ഇതിൽ എന്താ പറയുക ശ്രദ്ധ ചെലുത്താൻ സാധിക്കും അല്ലെ, അതിൽ കൂടുതൽ ഫിനിഷിങ് നൽകാൻ അല്ലെ, കൃത്യത നൽകാൻ ചേട്ടന്റെ ജീവിതമാണ് ചേട്ടനെ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ശിവനാരായണൻ ചേട്ടന്റെ ഒരു എന്താ പറയുക ഈ പറയുന്ന നമ്മുടെ ബെൽ മെറ്റൽ ജീവിതം അല്ലെ, ഒരു നാദം പോലെയാണ് ജീവിതം അല്ലെ. അതെ അതെ. ഇപ്പൊ നമ്മുടെ മുമ്പില് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ കുറച്ച് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഇതുണ്ടല്ലോ ഇത്തരത്തിലുള്ള മെറ്റൽസ് മീൻസ് ഈ നാദങ്ങൾ മീൻസ് ഇതിനെന്താ പറയാ, ചെലമ്പ്, ചെറിയ പുള്ളുവൻ വീണയുടെ ചെലമ്പാണ്. പുള്ളുവൻ വീണയുടെ വടിയില് ഉപയോഗിക്കുന്ന ചെലമ്പാണ്. ഇതിനകത്ത് ഈ അകത്ത് ഈ കിളുങ്ങുന്ന മറ്റേ ബോൾസ് ഉണ്ടല്ലോ, അത് എപ്പോഴാണ് നമ്മളത് ചെയ്യുക? അത് നമ്മള് ആദ്യം കരുവിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ കരു മേക്ക് ചെയ്യുമ്പോ ആ കരുവിന്റെ ഉള്ളില് നമ്മള് ചെറിയ മണികൾ ഇടും, ഓടിന്റെ മണികൾ ഇടും. എന്നിട്ട് അതിനെ മെഴുവില് ക്ലോസ് ചെയ്തിട്ട് കരുവിന്റെ അകത്ത്. അപ്പൊ ഈ ചിലമ്പ് പണിയുമ്പോഴും ഇതിനകത്താണ്? അതെ അതെ, സെയിം ആണ്. പുതിയ ഇപ്പം ഈ തുടർന്ന് പോരുന്ന അതേ ശൈലിയിലാണോ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്? എക്യുപ്മെന്റ്സ് ഒന്നും നമ്മളിപ്പോ മോഡേൺ ആയിട്ട് എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മളിപ്പോ പഴയ രീതിയിൽ നമ്മൾ ഇതേപോലെ ആവുന്ന കാര്യങ്ങളൊക്കെ മെഷീനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മെറ്റീരിയൽസിന് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളിതിൽ കാണുന്ന പോലെ നമ്മളിത് പോളിഷ് ചെയ്തില്ലെങ്കിൽ അതിൽ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഇതേപോലെ പോളിഷ് ചെയ്യുന്ന മെഷീനുകൾ കൊണ്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. അത് പലതരത്തിലുള്ള മെഷീനുകൾ, കയ്യിലുള്ള മെഷീനുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ചെറിയ ചെറിയ രൂപരേഖകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. വലിയ വലിയ ദേശം കടന്ന് അച്ഛനെ പോലെ തന്നെ വലിയ മഹാനായ ഒരു എന്താ പറയാ സൃഷ്ടി കർത്താവായി മാറട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഹെറിറ്റേജ് ബൈറ്റ്സ് ഈ അതായത് നാടിന്റെ ചരിത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈതൃകം അങ്ങനെയൊക്കെ തേടി പോകുന്നത് ഇതുപോലെ തേടി പോകുന്നതിനോടൊപ്പം തന്നെ ഞങ്ങള് ഫുഡിന്റെ നല്ല രുചിയും തേടി പോകാറുണ്ട്. അപ്പൊ ഈ ദേശമംഗലത്ത് എന്തെങ്കിലും പ്രത്യേക രുചി കിട്ടുമോ? ഇവിടെ നമ്മള് അമ്മ തനതായിട്ടുള്ള രീതിയിലുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അമ്മ തൃശ്ശൂര് ഭാഗത്തു നിന്നാണ്. അമ്മയുടെ സ്വദേശം തൃശ്ശൂര് ഒളരിയുടെ അടുത്താണ്. അപ്പൊ അവിടുന്ന് അച്ഛൻ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ദേശമംഗലത്തേക്ക് എത്തി. അപ്പൊ അവിടുത്തെ തനത് രീതിയിലുള്ള ഭക്ഷണ രീതികളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നിപ്പം അമ്മയുടെ വകയാണ് അതെ അതെ രുചി. നാരായണൻ ചേട്ടന്റെ പ്രിയതമ സിന്ധു ആന്റി നമുക്കായിട്ടൊരു തൃശ്ശൂരിന്റെ സ്പെഷ്യൽ ഡിഷുമായിട്ട് കാത്തു നിൽപ്പുണ്ട് അല്ലേ. അപ്പൊ നമുക്കത് അറിയണ്ടേ. അതെ നമ്മുടെ കൂടെ സിന്ധു ആന്റി ഇവിടെ റെഡി ആയിട്ട് വന്നു കേട്ടോ. നല്ല ഒരു സ്പെഷ്യൽ രുചി വിഭവം നമുക്ക് സമ്മാനിക്കാനായിട്ട്. അപ്പം സിദ്ധാരി, വെൽക്കം ടു ഹെറിറ്റേജ് ബൈറ്റ്സ്. ഇതിപ്പോ ഇവിടെ എന്താ പറയുക, ഇത് ചേട്ടൻ നിർമ്മിച്ചതാണോ? ആണോ? എന്ന് വെച്ചാൽ നല്ല ഉള്ളിയാണ്. എന്തോ ഞങ്ങൾക്ക് തരുന്നത് ഏത് രുചി വിഭവമാണ്? ഞാൻ ഒരു വിഷ്കട്ട ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. വിഷുക്കട്ട. എന്നോട് ഹരി പറഞ്ഞിരുന്നു ഒളരിക്കാരിയാണെന്ന്. ഈ ദേശമംഗലത്തേക്ക് കല്യാണം കഴിച്ചോണ്ട് വന്നതാണെന്ന്. അപ്പൊ ഇത് തൃശ്ശൂരിന്റെ മുഴുവൻ രുചിയാണോ? ഇത് തൃശ്ശൂരിൽ എല്ലായിടത്തും വിഷുക്കട്ട കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കി തുടങ്ങിയാലോ? ഈ ഉണക്കലരി പിന്നെ എന്തൊക്കെയാ വേണം? ഇതെന്താ? തേങ്ങ ചിരകിയത്. ഇത് രണ്ടാം പാല്. ഈ രണ്ടാം പാലിലാണ് നമ്മള് അരി വേവിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അരി വേവിക്കാന്നുള്ളതാണ് വിഷുക്കട്ടയ്ക്ക്. എനിക്ക് ഇതുവരെ അറിയത്തില്ല വിഷുക്കട്ട എന്താണെന്ന്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോവാം അല്ലെ. നാളികേര പാൽ ഒഴിക്കുന്നു. ഓക്കെ, ഇത് അരി അല്ലേ. ഇതിഞ്ഞ് തിളച്ച്
ഒരു പകുതി നമ്മളിങ്ങനെ കടിക്കാൻ പാകത്തിന്, നമ്മുടെ സാധാ ചോറിന്റെ വേവല്ല അതിന്, ഒരു പകുതി വേവിലാണ് ഇത് വറ്റിച്ചെടുക്കുക. പറ്റിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇത് വറ്റിച്ചെടുക്കുക. വിഷുവിനാണോ ഇത് ചെയ്യുന്നത്? അതെ, വിഷുവിന് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ രാവിലത്തെ പ്രാതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്നും വേവണം. അപ്പൊ നാളികേര പാലിൽ ഈ നമ്മുടെ കഴുകിയ അരി അല്ലേ ഇപ്പൊ വേവിക്കാൻ പോവുകയാണ്. നമുക്ക് വേവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അരി ഇട്ടിട്ട് ഇത് തിളച്ചു പോകരുത്. ഇത് തിളച്ചു പോയാൽ ഈ പാലിനൊരു ഗുണം പോവും. അപ്പൊ തിളയ്ക്കാൻ പാടില്ല. തിളക്കിനെ കൊണ്ട് കുഴപ്പമില്ല, തിളച്ചാലല്ലേ വേവോ. തിളച്ചിങ്ങനെ പുറത്തേക്ക് തൂയി പോവില്ലേ, അത് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം സിന്ധുവിന്റെ ഒരു ഏകദേശം ഇതൊന്ന് ആയിട്ടുണ്ടോ? ഇതിപ്പോ പാലൊഴിച്ച് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് പകുതി വേവിലായിട്ട് പാല് വറ്റിയുണ്ട്. ഇനി ആദ്യ പാല് നമുക്ക് ഒഴിച്ച് ഇത് ഒന്ന് കുറുക്കി എടുക്കുക വേണ്ടു. ഒന്നാം പാൽ ഒഴിക്കാൻ പോവാം. ഞാൻ ഒഴിക്കട്ടെ? ഒഴിച്ചോളൂ. ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പൊ ആദ്യം നമ്മള് ഈ പറയുന്ന അരി, എണ്ണ ഒന്നും ഉപയോഗിച്ചില്ല, അരി, ഉണക്കലരി ഇട്ട് ആദ്യം നാളികേരം ഒഴിച്ച് രണ്ടാം പാല് നാളികേരം ഒഴിച്ച് അതിനുശേഷം ഉണക്കലരി ഇട്ടു. അതൊന്ന് നമ്മളൊന്ന് വെന്തു വന്നു. ശരിക്കും പാല് വറ്റി ശരിക്കും പറഞ്ഞാല്. അതിനുശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇനി അതെന്ത് വറ്റിച്ചെടുക്കണം. ഏകദേശം വറ്റി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം, ജീരകപ്പൊടിയാണ്, ജീരകം പൊടിച്ചത് ഒരു പിഞ്ച്. നമ്മള് ഇതൊന്ന് രണ്ടാം പാൽ ഒഴിച്ചല്ലേ, നമ്മള് ഒന്നാം പാൽ ഒഴിച്ചു, ഒന്ന് വെന്ത് വന്നു. ഇനി നമ്മൾ ഇതിനെ പരത്താൻ പോവുകയാണ്. ഓക്കെ, അതിന് നമുക്ക് വാഴയില വേണം. വാഴേന്റെ ഇല വേണം കേട്ടോ, വാഴേന്റെ ഇല പരത്തിയിട്ട് ഒന്ന് ആറുമ്പോ പിന്നെ കട്ട കട്ടയായിട്ട് മുറിച്ചെടുക്കാൻ പാകത്തിന് നമ്മളിത് പരത്തി വെക്കും. ഇങ്ങനെയാണ് ഇത് പരത്തുന്നത്. ഇത്രയേ ഉള്ളൂ, വടക്കൊന്നും വേണ്ട. ഇതിങ്ങനെ ഏകദേശം ഒരു 2.5 സെന്റിമീറ്റർ കനത്തില് ഇതങ്ങ് പരത്തി അല്ലെ. ഇതിന് ഈ ഷേപ്പിലേക്ക് നമ്മൾ പരത്തിയിരിക്കുകയാണ്. ഇതെടുത്ത് സെറ്റ് ആവണോ? ഇനി ഒന്ന് തണുത്താ നമുക്കത് മുറിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാവാണ് ഉപയോഗിക്കുന്നത്. ശർക്കരപ്പാവ് എന്ത് ചെയ്യും? ശർക്കരപ്പാവ് അതില് ചുക്കും ഏലക്കായും ഒക്കെ പൊടിച്ചിടും. എന്നിട്ട് പാവ് പരുവത്തിലാക്കും. അത് ഇത്തിരി കട്ടിയിൽ ഇങ്ങനെ ഒഴിക്കാൻ പാകത്തിന്. ഇന്ന് ഓരോ പീസ് എടുത്തിട്ട് പാവ് ഒഴിച്ചിട്ട് നമുക്കിപ്പോ പാവ് റെഡിയാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാവ് കൊണ്ടുവന്ന് ഇതൊന്ന് കഴിക്കാം കേട്ടോ. അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ടല്ലേ. നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. അപ്പൊ അതെ, ഇതിന്റെ മുകളിലോട്ടാണോ ഒഴിക്കുന്നത്? വിഷുക്കട്ട അപ്പം നമ്മുടെ സിന്ധുവാറ്റി വിഷുക്കട്ട. ഞാൻ ആദ്യമായിട്ടാണ് വിഷുക്കട്ട കഴിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ വിഷുക്കട്ട തയ്യാറാക്കുന്നത്? എന്തായാലും തൃശ്ശൂർ ഇങ്ങനെയാണ് വിഷുക്കട്ട തയ്യാറാക്കുന്നത്. നാളികേരവും ശർക്കരയും ഒക്കെ ചേർന്നുള്ളൊരു മധുര വിഭവമാണ്. കഴിച്ചു നോക്കട്ടെ. മധുരമായതുകൊണ്ടും നാളികേരം ചേർന്നുകൊണ്ടും സംഭവം നല്ല രുചിയുണ്ട്. ഇത് പ്രാതൽ ഭക്ഷണം, രാവിലത്തെ ഭക്ഷണമാണ് അവർ കഴിക്കുക. ഓക്കെ, വിഷുവിന്റെ അന്ന് കൊള്ളാം. ഇതുവരെ ഇങ്ങനെ രുചി, പ്രത്യേകിച്ച് ഉണക്കലരിയിൽ പാലിൽ ചെയ്യും, നാളികേര പാല് ചെയ്ത് ഞാൻ ഇതൊരു വിഭവം കഴിച്ചിട്ടില്ല. എന്തായാലും വിഷുക്കട്ട നല്ല വിഷു പോലെ തന്നെ അല്ലേ, ഉത്സവങ്ങൾ പോലെ തന്നെ, ദേശമംഗലം പോലെ തന്നെ സുന്ദരമായിട്ടിരിക്കുന്നു, രുചികരമായിട്ടിരിക്കുന്നു. അപ്പം സിന്ധു ആന്റി, താങ്ക് യു ഞങ്ങളുടെ ഹെറിറ്റേജ് ബാച്ചിൽ ഈ നല്ലൊരു രുചി വിഭവം
സമ്മാനിച്ചത്. അതുപോലെ തന്നെ വലിയൊരു ചരിത്രം, പ്രത്യേകിച്ച് ബെൽ മെറ്റലിനെ കുറിച്ച്, അതിൻ്റെ ശില്പചാരുതയെക്കുറിച്ചും അതിൻ്റെ മഹാനായിട്ടുള്ള അതിൻ്റെ ഒരു മൂശാരി, നമ്മുടെ പ്രിയപ്പെട്ട സിന്ധുവാനുടെ പ്രിയതമൻ നമ്മുടെ ശിവൻ ചേട്ടൻ, സിന്ധുവാനുടെ ശിവൻ ചേട്ടൻ്റെ ആ ഒരു ശാലകളൊക്കെ ഞങ്ങൾ കണ്ടു, ആ വലിയ ആ വൈഭവത്തെ കണ്ടു. അപ്പം അതൊക്കെ പിന്നെ മുമ്പോട്ട് പോകട്ടെ. എന്തായാലും സന്തോഷം ഹെറിറ്റേജ് വൈസിൻ്റെ ഭാഗമായതിൽ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ഹെറിറ്റേജ് വൈസ് വിട പറയുകയാണ്. അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.